ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവാക്യം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്. ഈ കാനാൻകാരി സ്ത്രീ അവളുടെ ഏക ആഗ്രഹമായ ഈ മകളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് കടന്നു വന്ന് അങ്ങയെ പ്രണമിച്ച് ആരാധിച്ച് അങ്ങിൽ മാത്രം ആശ്രയം അർപ്പിച്ചപ്പോൾ തിരുവചനത്തിലൂടെ അങ്ങ് അരുളി ചെയ്തുവല്ലോ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. ദൈവമേ, ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നവ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നത് കർത്താവേ, എൻ്റെ വിശ്വാസം വളരാത്തതിനാലാണ് എന്ന്. ദൈവമേ, ഈ നിമിഷം അങ്ങയുടെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരെ പോലെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് വന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഭവിക്കുവാൻ ഉതകം വിധം എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന്. ദൈവമേ, അതുവഴി മറ്റൊന്നിനുമല്ല, അങ്ങേക്ക് ഈ ലോകത്തിൽ മഹത്വമുണ്ടാകുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തെ അങ്ങ് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി